സ്പെഷ്യലി ആ ഒരു തിയേറ്റർ ആംബിയൻസിലിരുന്ന് സ്വന്തമായിട്ട് അത് കുറെ പേർക്ക് പക്ഷെ മനസ്സിലാവുന്നുണ്ട് ഞാനാ പാടിയേക്കുന്നത്. കാരണം എന്റെ വോയിസ് അതിന്റെ അത് കുറച്ച് ട്വിച്ച് ചെയ്തിട്ട് എന്റെ കുറച്ചും കൂടി ഒരു ഷാർപ്പ് വോയിസാ. വലിയ ബേസ് ഇല്ലാത്ത ശബ്ദമാണ് എന്റെ. അതിൽ കുറച്ചും കൂടി ബേസ് കേൾക്കുമ്പോ ബേസ് ഉള്ള പോലെ തോന്നും. അപ്പൊ ആൾക്കാർക്ക് പെട്ടെന്ന് കുറച്ച് കൺഫ്യൂസ്ഡ് ആവും ആരാ പാടിയേക്കണേ. അങ്ങനെ കുറെ പേർക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. പക്ഷെ എല്ലാ പരിപാടിക്കും പോയിട്ട് പറയും ഞാൻ എന്റെ പരിപാടി ഇതാണ്. ഞാൻ രണ്ടാമത്തെ പാട്ടൊക്കെ ആയിട്ടായിരിക്കും ശാന്തമിരാത്രിയിലൂടെ. രണ്ടാമത്തെ പാട്ടാകുമ്പോ ഞാൻ എവിടെ എത്ര പേര് തുടരും സിനിമ കണ്ടുണ്ട്. അപ്പൊ എല്ലാവരും വയ്ക്കും. അപ്പൊ ഓക്കെ ആ സിനിമയില് ജോണി വോക്കർ എന്ന് പറയുന്ന സിനിമയില് ദാസേട്ടൻ സാക്ഷാൽ ദാസേട്ടൻ പാടിയൊരു പാട്ടുണ്ട്. ആ പാട്ട് ഇതിൽ റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഏതാ പാട്ട് എന്ന് ചോദിക്കുമ്പോ മൈക്ക് ഇങ്ങനെ കാണിക്കുമ്പോ എല്ലാരും കൂടെ പാടും. ശാന്തമീരാത്രി എല്ലാരും കൂടെ പാടും. അപ്പൊ എന്റെ ഞാൻ പ്രസന്റ് ചെയ്യും. ഞാൻ പറയും മറ്റേ തുടരും മറ്റേ ജോണി വോക്കറിൽ നിങ്ങൾ എല്ലാരും കേൾക്കുന്ന ശബ്ദം നമ്മുടെ സാക്ഷാൽ ദാസേട്ടന്റെ ശബ്ദമാണ് കേൾക്കുന്നത്. പക്ഷെ തുടരും സിനിമയിൽ നിങ്ങൾ കേൾക്കുന്നത് എന്റെ ശബ്ദമാണെന്ന് പറയുമ്പോൾ എല്ലാവരും മറ്റേ കൈയടിക്കും. കൈയടിച്ചില്ലേ പറഞ്ഞ് കൈയടിപ്പിക്കും. അപ്പോഴായിരിക്കും കുറച്ച് പേരെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ അവരും അറിയും. പോണ പരിപാടിക്കൊക്കെ ഇതാണ് എന്റെ മെയിൻ പാടുകയും ചെയ്യും.